ഓക്കെ ഗൈസ്, നമുക്കിപ്പം ടൈപ്പ് 2 സോൺസിനെ പറ്റി പഠിക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം IFC IMB സോൺസ്. IFC എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ ഇംബാലൻസ് സോണുകളെയാണ് നമ്മളിവിടെ IFC അല്ലെങ്കിൽ IMB എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇമേജ് ഒന്നും അങ്ങനെ വരച്ചിട്ടില്ല. അതിന് കാരണമുണ്ട്. കാരണം ഇമേജ് വരച്ച് നിങ്ങൾക്ക് കാണിക്കുന്നതിനേക്കാളും നല്ലത് ചാർട്ട് ലൈവ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ കാണാൻ പറ്റും, അതിനൊരു ഡെഫിനേഷൻ ഉണ്ടല്ലേ, ലാസ്റ്റ് ക്യാൻഡിൽ വിച്ച് കോസ്റ്റ് ഇംബാലൻസ് ഓൺ ദ എക്സ്പാൻഷൻ ഫേസ്. ഓക്കെ, ആ സെന്റൻസ് നിങ്ങളൊന്ന് കൂടെ വായിക്കാം. ഓക്കെ, ലാസ്റ്റ് ക്യാൻഡിൽ വിച്ച് കോസ്റ്റ് ഇംബാലൻസ് ഓക്കെ ഓൺ ദ എക്സ്പാൻഷൻ ഫേസ്. അപ്പൊ ആദ്യം എക്സ്പാൻഷൻ ഫേസ് എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിഞ്ഞുടങ്ങി നമുക്ക് നോക്കാം എന്താണ് എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ. ഇപ്പോൾ ബുള്ളിഷ് ആയിട്ടുള്ള എക്സ്പാൻഷൻ എന്തായിരിക്കും? നമുക്ക് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഹൈ തന്നിട്ട് പ്രൈസ് പോകുന്ന ആ ഫേസ് ഹൈ ആണത്. ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ഇത് എക്സ്പാൻഷൻ ഫേസ് ആണ് അല്ലേ. പ്രൈസ് ഓർഡേഴ്സ് ഫില്ല് ചെയ്ത് പോകുന്ന ആ ഫേസ് ആണ് എക്സ്പാൻഷൻ ഫേസ്. ഇതൊരു ബുള്ളിഷ് എക്സ്പാൻഷൻ ആണ്. അപ്പം നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഈ മുകളിലോട്ട് പോകുന്ന ഫേസുകളെല്ലാം നമ്മൾ എക്സ്പാൻഷൻ എന്ന് വിളിക്കും അപ് ട്രെൻഡിൽ, ഈ ഫേസുകൾ. ഓക്കെ, എല്ലാവരും അണ്ടർസ്റ്റുഡ് ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സ്ട്രക്ചറിൽ പഠിച്ച സമയത്ത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള കാര്യമാണ് എക്സ്പാൻഷൻ. അതേസമയം ഡൗൺ ട്രെൻഡിൽ എങ്ങനെയായിരിക്കും? താഴോട്ടായിരിക്കും എക്സ്പാൻഷൻ വരിക. കാരണം നമ്മൾ ലോ ബ്രേക്ക് ചെയ്യാണ്. സെൽ ഓർഡേഴ്സിനായിരിക്കും അവിടെ പവർ കൂടുതൽ. സെൽ ഓർഡേഴ്സ് ആണ് എപ്പോഴും. ഇതായിരിക്കും ഇപ്പോൾ എക്സ്പാൻഷൻ ഫേസ്. ലോ ബ്രേക്ക് ചെയ്യുന്നു എക്സ്പാൻഷൻ ഫേസ്. ആ പുഷ് വരുന്ന ഫേസുകൾ, ആ സെൽ ഓർഡേഴ്സ് നല്ല രീതിക്ക് പോകുന്ന ഫേസുകളെയാണ് എക്സ്പാൻഷൻ ഫേസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇവർ പറയുന്നത് എന്താണ്? നമ്മൾ ഈ തിയറിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലാസ്റ്റ് ക്യാൻഡിൽ വിച്ച് കോസ്റ്റ് ഇംബാലൻസ് ഓൺ ദ എക്സ്പാൻഷൻ ഫേസ്. അപ്പോൾ നമ്മൾ നോക്കുന്നത്, ലെറ്റ്സ് സേ നമ്മളിപ്പോൾ സ്ട്രക്ചർ ഹൈ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പ്രൈസ് പൊക്കോണ്ടിരിക്കണം, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബ്രേക്ക് ഔട്ട് ലാസ്റ്റ് ക്യാൻഡിൽ ഈ എക്സ്പാൻഷൻ ഫേസിൽ ഈ പ്രൈസ് എക്സ്പാൻഡ് ചെയ്ത് പോയ സമയത്ത് നിങ്ങൾക്ക് അതിനുള്ളിൽ കാണാൻ പറ്റുന്ന ലാസ്റ്റ് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാൻഡിൽ അല്ലെങ്കിൽ ഇംബാലൻസ് ഉണ്ടാക്കിയ ക്യാൻഡിൽ, അതാണ് ഇംബാലൻസ് സോൺ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോണാണ്. ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് നോക്കുന്ന മെത്തേഡുകൾ പറഞ്ഞുതരാം. നമുക്ക് ഓബിയസ്ലി ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്ന അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ ഇംബാലൻസ് സോൺ നോക്കുക. പിന്നെ നമ്മൾ എക്സ്പാൻഷനിലും നോക്കും. രണ്ട് രീതിക്ക് നമ്മൾ നോക്കും. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ അകത്തുള്ള സോൺസ് നോക്കാം. എങ്ങനെയാണ് നോക്കുന്നതിനുള്ള രീതി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് എന്തായാലും ചാർട്ടിൽ പോവാം. നിങ്ങൾ ഈ കാര്യം ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമുക്ക് ചാർട്ടിൽ വരാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ ചാർട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ ബെയറിഷ് ആയിട്ടുള്ളൊരു പ്രൈസ് ആക്ഷനാണ് ഇവിടെ കാണാം. നമ്മൾ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? സ്ട്രക്ചർ ലോ ഉണ്ടായിരുന്നു. ആ ലോയെ നമ്മൾ ബ്രേക്ക് ചെയ്തു, പ്രൈസ് എക്സ്പാൻഡ് ചെയ്തു അല്ലേ. നമുക്കറിയാം നമ്മൾ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ ആ താഴോട്ട് പോകുന്ന ഫേസ് ആണ് നമുക്ക് എക്സ്പാൻഷൻ അല്ലേ. ഡൗൺ ട്രെൻഡിൽ വരുമ്പോൾ താഴോട്ടായിരിക്കും ആ പവർ കൂടുതൽ. നമുക്ക് കാണാം, സെല്ലിന്റെ പവർ കാണുന്നുണ്ട് അല്ലേ. ഇത് നമ്മൾ നോക്കേണ്ട എന്താണ്? നമുക്ക് വേണ്ട ലാസ്റ്റ് ഇംബാലൻസ് ഉള്ള ക്യാൻഡിലാണ്. ഓക്കെ, രണ്ട് രീതിക്ക് നമ്മൾ ഇത് നോക്കും. ഒന്ന്, നമ്മൾ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിനെ ഒരു ലൈനായിട്ട് കൺസിഡർ ചെയ്ത്, അതായത് ഒരു ഇവിടുന്ന് പാതി മുകളിലോട്ടും പിന്നെ താഴോട്ടുമായിട്ടായിരിക്കും നമ്മൾ ഈ സോണുകൾ തപ്പുക. ഓബിയസ്ലി ഒരു സോൺ ആയിരിക്കില്ല, ചില സമയം നമുക്ക് രണ്ട് സോണുകളൊക്കെ കിട്ടും. ഓക്കെ, എനിവേസ് നമ്മൾ ആ പറഞ്ഞ റൂൾ വെച്ച് നമ്മളിപ്പം ഈ താഴോട്ടുള്ള പകുതി നോക്കുന്നില്ല, അതായത് എക്സ്പാൻഷനിലുള്ള കാര്യങ്ങൾ നോക്കുന്നില്ല. തൽക്കാലം നമുക്ക് ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ തൽക്കാലം വിടാം. ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന ക്യാൻഡിൽ, അതായത് ഈ ക്യാൻഡിൽ തൊട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം? എനിക്ക് ആ ക്യാൻഡിലാണ് നമുക്ക് ബ്രേക്ക് തന്നത്, അല്ല അടുത്ത ക്യാൻഡിലായിരിക്കും. ഓക്കെ, സോ ഈ ക്യാൻഡിലാണ് ആ സ്ട്രക്ചർ ബ്രേക്ക് തന്നത്. നമുക്ക് ഇവിടെ നിന്ന് പിറകോട്ടാണ് നോക്കാനുള്ളത്. ഓക്കെ, നമ്മൾ പിറകോട്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായ സ്ഥലത്ത് നിന്ന് പിറകോട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ പറഞ്ഞ ലോജിക്ക് ചിന്തിക്കാം. നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ്? ഇംബാലൻസ് ആണ് നോക്കാനുള്ളത്. എവിടെയാണ് ഇൻഎഫിഷ്യൻസി ഉള്ളത്? നമുക്ക് ഇവിടെ തിരിച്ചു പോകുമ്പം ഇവിടെ ഒന്നും ഇൻഎഫിഷ്യൻസി ഇല്ല. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇൻഎഫിഷ്യൻസി ഉണ്ട്, കാണുന്നുണ്ടോ? അപ്പൊ ഇൻഎഫിഷ്യൻസി ഉണ്ടായിട്ട്, അപ്പൊ ഈ ക്യാൻഡിലാണ് ആ ഇൻഎഫിഷ്യൻസി. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ക്യാൻഡിലും തമ്മിലാണ് ഇൻഎഫിഷ്യൻസി ഉള്ളത് അല്ലേ. നമുക്ക് ഇതിനൊന്ന് കളർ മാറ്റാം. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യേണ്ട, നമുക്ക് ഇതിന് തൽക്കാലം കളർ വെക്കാം. ഓക്കെ, ആ ഒരു കളർ വെക്കാം. അതാണ് ആ ഇൻഎഫിഷ്യൻസി. നിങ്ങൾക്ക് കാണാം അല്ലേ. ആ തിയറി എന്താണ് പറയുന്നത്? ലാസ്റ്റ് ക്യാൻഡിൽ വിച്ച് കോസ് ഇംബാലൻസ് ഓൺ ദാറ്റ് എക്സ്പാൻഷൻ ഫേസ് അല്ലേ. എക്സ്പാൻഷൻ ഫേസിൽ അവസാനത്തെ ഇംബാലൻസ് ഉണ്ടാക്കിയ ക്യാൻഡിൽ അല്ലേ. നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു എക്സ്പാൻഷൻ ആയിരുന്നു. നമുക്ക് ഈ എക്സ്പാൻഷനിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു അവസാനത്തെ ക്യാൻഡിലാണ് ഇംബാലൻസ് ഉള്ളത് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ക്യാൻഡിലിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ ഇംബാലൻസ് ആണ് ഞാൻ മാർക്ക് ചെയ്തത്, ഇംബാലൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല.
നിങ്ങൾ ഈ ക്യാൻഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുമ്പിലത്തെ ക്യാൻഡിലൊന്നും ഇംബാലൻസ് ഇല്ല, എല്ലാം കറക്റ്റ് ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇനി വേറെ ഇംബാലൻസ് ഉള്ള ക്യാൻഡിലുകളൊന്നും നമുക്കില്ല, എല്ലാം കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ടാണ് പോയിട്ടുള്ളത്. ആ ലാസ്റ്റ് ഇംബാലൻസ് ഉള്ള ക്യാൻഡിൽ ഏതാണ്? ഈ ക്യാൻഡിലാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്യാൻഡിലിനെ നമ്മളൊരു സപ്ലൈ സോൺ ആയിട്ട് എടുക്കും. സോ ഫോർ എക്സാമ്പിൾ ഡെയിലി സപ്ലൈ സോൺ ആണെങ്കിൽ, സോറി, ഡെയിലിയിലെ സപ്ലൈ സോൺ ഒബിയസ്ലി നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യും, ഡെയിലിയിലെ സപ്ലൈ സോൺ ആണ്. നമ്മളിത് എന്ത് ബേസിസിലാണ് ഇതെടുത്തത്? നമ്മൾ ആ ലോജിക്കിലാണ് ലാസ്റ്റ് ക്യാൻഡിൽ വിച്ച് കോസ്റ്റ് ഇംബാലൻസ് ഓൺ ദ എക്സ്പാൻഷൻ ഫേസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്പാൻഷൻ ഫേസ് നമ്മൾ എവിടെ നിന്നാണ് കണക്ക് കൂട്ടുക? ആ ബ്രേക്ക് സ്ട്രക്ചർ നടക്കുമ്പോഴാണ് ആ എക്സ്പാൻഷൻ നമുക്ക് കൺഫേം ആകുക. നമ്മൾ അവിടെ നിന്ന് തിരിച്ചു നോക്കുകയാണ്, തിരിച്ചു നോക്കിയപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇംബാലൻസ് ഉള്ളൊരു ക്യാൻഡിൽ അല്ലെ, അവസാനം ആ ഇംബാലൻസ് ഉണ്ടായ ക്യാൻഡിൽ എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ് ആ ഇംബാലൻസ് ഉണ്ടായത് അല്ലെ. ഈ ഇംബാലൻസ് ഇപ്പോഴും കിടപ്പുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെടുക്കാം? ഈ സോണിന് നമുക്ക് ഒരു വാലിഡ് സോൺ ആയിട്ട് എടുക്കാൻ പറ്റും. ഈ ഒരു സോൺ മാത്രമല്ല, എപ്പോഴും നമുക്ക് മൾട്ടിപ്പിൾ സോൺസ് നമുക്ക് കിട്ടും. ഓക്കെ, എന്ത് വെക്കണം എന്ത് വെക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ബ്രോ ഇതൊരു സപ്ലൈ സോൺ അല്ലേ? ആണ്. നമ്മൾ പഠിച്ച ലോജിക്കല്ലേ, ലാസ്റ്റ് ബൈ കഴിഞ്ഞിട്ട് സെൽ, ഇത് ടൈപ്പ് 1 സോൺ അല്ലേ? ആണിത് അല്ലേ. മൾട്ടിപ്പിൾ സോൺസ് കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര സോൺസ് കണ്ടുപിടിക്കാം? ഇതൊരു സോണാണ് അല്ലേ, ഇതൊരു സോണാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലേ, അതും ടൈപ്പ് 1 സോണാണ്. മൾട്ടിപ്പിൾ സോൺസ് നമുക്ക് കിട്ടും. ഓക്കെ, ഒരു ചാർട്ടിൽ ഒരു പ്രൈസ് ആക്ഷൻ്റെ അകത്ത് തന്നെ. ഓക്കെ, നമുക്ക് അതിലോട്ട് പിന്നെ വരാം, നമ്മളിതിൽ എങ്ങനെ വരയ്ക്കും റിഫൈൻ ചെയ്യുന്നുള്ള കാര്യത്തിലോട്ടൊക്കെ പിന്നെ വരാം. ഇപ്പം നമ്മൾ ടൈപ്പ് 2 സോണിനെ പറ്റിയാണ് പഠിക്കുന്നത്. ആ ടൈപ്പ് 2 സോൺ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാം. ടൈപ്പ് 2 സോൺ എന്താണ്? ആ പ്രൈസ് ആക്ഷനിൽ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ചെയ്യുന്ന പിറകോട്ടായിരിക്കും പോവുക. എപ്പോഴും ഓർക്കുക, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെയാണ് ഉണ്ടായത്, പിറകോട്ട് നോക്കുക. ഇംബാലൻസ് നോക്കുക, ഇംബാലൻസ് നോക്കുക. നമുക്കിതുപോലെ ഇനിയും കിട്ടും. സപ്പോസ് ഇതിപ്പം ആ പ്രൈസ് ആക്ഷനിൽ ഇവിടെയാണ് നമുക്ക് ആ ഇംബാലൻസ് കിട്ടിയത് അല്ലേ, പിന്നെ പിറകോട്ടുള്ള ക്യാൻഡിൽ ഇംബാലൻസ് ഇല്ല. സപ്പോസ് ഈ ക്യാൻഡിൽ, നമ്മൾ ഈ കാണുന്ന ക്യാൻഡിൽ ഇംബാലൻസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. സപ്പോസ് ഈ ക്യാൻഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാൻഡിൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് പറ്റി? ഇവിടെ ഇപ്പൊ ഇംബാലൻസ് ഉണ്ട്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇംബാലൻസ്? അപ്പൊ ഇത് മാത്രമല്ല, ഈ പ്രൈസ് ആക്ഷനിൽ ഒരു ക്യാൻഡിലും കൂടെ ഇംബാലൻസ് ഉള്ള ക്യാൻഡിലുണ്ട് അല്ലെ. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ക്യാൻഡിൽ എന്തുണ്ട്? ഇംബാലൻസ് ഉണ്ട്. അപ്പൊ ഈ സോണും വരയ്ക്കേണ്ടി വരും. ഞാൻ പറയുന്നത് മൾട്ടിപ്പിൾ സോൺസ് നമുക്ക് വരും ആ ലോജിക്കിൽ തന്നെ. ഓക്കെ, ഇതൊരു ഇംബാലൻസ് ഉണ്ടാക്കിയ ക്യാൻഡിലാണ്, അതായത് ഈ പ്രൈസ് ആക്ഷനിൽ തന്നെ ലാസ്റ്റ് ഒരു ക്യാൻഡിലാണ്. അതുപോലെ ഇതും ഒരു ക്യാൻഡിലാണ്, ഇംബാലൻസ് ഉള്ള തന്നെ ക്യാൻഡിലാണ്. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതും എടുക്കേണ്ടി വരും. ഇങ്ങനെ ഡബിൾ സോണുകളും വരാം. ഓക്കെ, ഒരു സോൺ ആയിരിക്കത്തില്ല എപ്പോഴും. ആ ലാസ്റ്റ് ക്യാൻഡിൽ എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം. ലാസ്റ്റ് ക്യാൻഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രൈസ് ആക്ഷനിലെ ലാസ്റ്റ് ക്യാൻഡിൽ അല്ല, ആ എക്സ്പാൻഷന്റെ ഭാഗത്ത് ഇംബാലൻസ് ഉണ്ടാക്കിയ ലാസ്റ്റ് ക്യാൻഡിലുകൾ. ഓക്കെ, ഇതൊരു ക്യാൻഡിലാണ്, കാരണം ഈ എക്സ്പാൻഷന്റെ ഇംബാലൻസ് ഉണ്ടാക്കിയ ഒരു ലാസ്റ്റ് ക്യാൻഡിലാണ് ഇത്. കാരണം ഈ ക്യാൻഡിലിന് പിറകോട്ടുള്ള ക്യാൻഡിൽ ഇംബാലൻസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ നോക്കുക. ഓക്കെ, ഇനി തിരിച്ചു പോകും തോറും ഓക്കെ ഇവിടെ നിന്ന് ഇംബാലൻസ് ഇല്ല, പക്ഷേ ഈ ക്യാൻഡിലും ഈ എക്സ്പാൻഷന്റെ ഭാഗം തന്നെയാണ്, ആൻഡ് അതിൽ ഇംബാലൻസും ഉണ്ട്. അപ്പോൾ ആ സോണും നമുക്ക് എടുക്കേണ്ടി വരും. ഈ സോണും വരയ്ക്കണം, ആ സോണും വരയ്ക്കണം, രണ്ടും വരയ്ക്കേണ്ടി വരും. ഓക്കെ, ഓർത്ത് വെക്കുക അത്. ഓക്കെ, സോ ഇതിപ്പം നമ്മൾ സപ്ലൈയുടെ, സോറി ഇതിപ്പം ഡിമാൻഡ് സോൺ എന്നാണ് മാർക്ക് ചെയ്തത്. സോറി, സപ്ലൈ അല്ല, കറക്റ്റ് തന്നെ, സപ്ലൈ സോൺ. ഓക്കെ, ഡെയിലി സപ്ലൈ സോണിന്റെ എക്സാമ്പിൾ. ഇനി നമുക്കൊരു ഡിമാൻഡ് സോണിന്റെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, ഓർത്ത് വെച്ചേക്കണ ഈ കാര്യം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം ലോജിക്ക് നമുക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ ഹൈ ആണ് ബ്രേക്ക് ചെയ്തിട്ടുള്ള. നിങ്ങൾക്ക് എക്സ്പാൻഷൻ കാണാം, അല്ലെ പ്രൈസ് എക്സ്പാൻഡ് ചെയ്ത് പോയിട്ടുണ്ട്, ഇംബാലൻസ് ഒക്കെ ഉണ്ട്, കാണാമല്ലോ. നമ്മൾ എന്താണ് നോക്കുന്നത്? നമ്മൾ ഫോക്കസ് ചെയ്യുക ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന ക്യാൻഡിൽ നിങ്ങൾ പിറകോട്ട് ഫോക്കസ് ചെയ്ത് തൽക്കാലം. ഓബിയസ്ലി നമുക്ക് ഈ മുകളിലോട്ടും സോണുകളൊക്കെ വരും, നമുക്ക് അതിലോട്ട് പിന്നെ വരാം. ഓക്കെ, നമ്മൾ എപ്പോഴും പഠിക്കുക സ്ട്രക്ചർ കമ്പൈൻ ചെയ്ത് സോണിനായിരിക്കും നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്. അല്ലാത്ത സോണുകളും ഉണ്ടാവും, നമുക്ക് അതിനെപ്പറ്റി മുന്നോട്ട് പഠിക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരി, ഇവിടെയാണ് ആ ക്യാൻഡിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന ക്യാൻഡിൽ. ഇപ്പം ഇംബാലൻസ് നോക്കുക, ഇംബാലൻസ്. ഓക്കെ, ഈ ക്യാൻഡിൽ തമ്മിൽ എന്തായാലും ഇംബാലൻസ് ഉണ്ട്. വേറെ ഇംബാലൻസുകളൊന്നും നമ്മളിവിടെ കാണുന്നില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല അല്ലെ. അപ്പം ഈ നടന്ന ബുള്ളിഷ് റണ്ണിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇംബാലൻസ് ഉണ്ട്, ഇവിടെ ഇംബാലൻസ് ഉണ്ട്. എക്സ്പാൻഷനിൽ അവസാനത്തെ ഇംബാലൻസ് ഉള്ള ക്യാൻഡിൽ ഈ ക്യാൻഡിലാണ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ ക്യാൻഡിലിന് നമ്മൾ എന്തായിട്ട് എടുക്കും? സോണായിട്ട് എടുക്കും. എന്ത് സോണായിരിക്കും? ഇതൊരു ഡിമാൻഡ് സോൺ ആയിരിക്കും, കാരണം നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഹൈ ആണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ. സ്ട്രക്ചർ ഹൈസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച പോലെ, നമ്മൾ ഡിമാൻഡ് സപ്ലൈ പഠിച്ച പോലെ ഓർത്ത് വെക്കുക, ഇവിടെ ഹയർ പ്രൈസസ് ആണ് ഉണ്ടായത്, ബട്ട് ഡിമാൻഡ് ആണ് ഉണ്ടായത് അല്ലെ. ഡിമാൻഡ് സോൺ ആണ്. ഓക്കെ, അഗെയിൻ നിങ്ങൾക്ക് തോന്നുന്നു ഇത് മാത്രമാണോ, ഈ ഒറ്റ സോൺ മാത്രമേ ഇവിടെ ഉള്ളൂ? അല്ല അല്ലെ, വേറെ സോൺസ് ഉണ്ടല്ലോ. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തൊക്കെ സോൺസ് ഉണ്ടായിരുന്നു? ഈ സോൺ ഉണ്ടായിരുന്നു അല്ലേ, ഇതൊരു ഡിമാൻഡ് സോൺ ആയിരുന്നു, പക്ഷെ അത് മിറ്റിഗേറ്റ് ചെയ്തു. ഇത് വേറെ ഡിമാൻഡ് സോൺ ആണ്, അതിന്റെ ഓപ്പൺ നമ്മൾ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
അല്ലേ? ഇതൊക്കെ ഡിമാൻഡ് സോണുകളായിരുന്നു. നമ്മളെ എന്ത് ലോജിക്കില് നമ്മളെ ടൈപ്പ് 1 ഡിമാൻഡ് സോണിലായിരുന്നു അല്ലേ? ഇതൊരു ടൈപ്പ് 1 ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊരു ടൈപ്പ് 1 സോണാണ്, പ്ലസ് എന്താണ് ആ ഇൻഎഫിഷ്യൻസി ഉള്ള സോണും കൂടെയാണ്. ഇതുപോലെ എപ്പോഴും ലാസ്റ്റ് ബെയർ സ്കാനിൽ തന്നെ കിട്ടണമെന്നില്ല. ഓക്കെ, നിങ്ങൾ എക്സാമ്പിൾസ് ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കിട്ടും. സപ്പോസ് ഇത് ബുള്ളിഷ് സ്കാനിലാണെങ്കിൽ പോലും നമ്മൾ ഈ സോൺ എടുക്കും. ഓക്കെ, നമുക്ക് നോക്കാം അങ്ങനെ ഒരു എക്സാമ്പിൾ ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്കിത് റിമൂവ് ചെയ്യാം. പ്രൈസ് നമുക്ക് മുന്നോട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെ എന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ ലെറ്റ്സ് സേ പ്രൈസ് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. നമുക്ക് അടുത്ത ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയത്. ഓക്കെ ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് ഇംബാലൻസ് ഉള്ള ക്യാൻഡിൽ ഒന്ന് ഇത് തന്നെയാണ്. ഓക്കെ, ഈ ക്യാൻഡിൽ തന്നെയാണ് ഇംബാലൻസ് ഉള്ള ക്യാൻഡിൽ. അതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇംബാലൻസ് തുടക്കം ഇവിടെയാണ് അല്ലേ? ഇവിടേക്ക് ഇംബാലൻസ് ഉണ്ട്, ഇംബാലൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ക്യാൻഡിൽ ഇതാണ്, ഇവിടെ നിന്നാണ് ഇംബാലൻസ് തുടക്കം. സോ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ടൈപ്പ് 1 ആണ്, ടൈപ്പ് 2 ആണ്. അറ്റ് ദ സെയിം ടൈം രണ്ടുമാണത്, രണ്ട് സോൺ ഒരുമിച്ച്. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടത്തില്ല, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ചില സമയത്ത് ഇങ്ങനെ കിട്ടാറില്ല. ഞാൻ നോക്കട്ടെ, അങ്ങനെ ഒരു എക്സാമ്പിൾ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഞാൻ കാണിച്ചു തരാം. ഓക്കെ ലെറ്റ്സ് സീ, നമുക്ക് 4 ഹവറിൽ ചാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, വേറെ എവിടെ നമുക്ക് കിട്ടും നോക്കാം. ഇവിടെ നമുക്ക് നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ, നിങ്ങളിപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ഓക്കെ 4 ഹവറിന്റെ ബ്രേക്ക് സ്ട്രക്ചറിന്റെ രീതിക്ക് നോക്കാം. ഇവിടെ ഒരു ഹൈ ആയിരുന്നു, ഈ ഹൈ ബ്രേക്ക് ആയി. ഓക്കെ, 4 ഹവറിന്റെ സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, നമുക്കിപ്പോൾ ഇത്ര ഇൻഫർമേഷൻ ഉള്ളതെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് കാണാം സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടുണ്ട്, നല്ല ഇമ്പൾസീവായിട്ട് പ്രൈസ് പെടുന്നുണ്ട് അല്ലേ? ഇതാണ് എക്സ്പാൻഷൻ ഫേസ്. നമുക്ക് നോക്കേണ്ടത് എന്താണ്? അവസാനത്തെ ക്യാൻഡിൽ ഇംബാലൻസ് ഉള്ള അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം. ബ്രേക്ക് സ്ട്രക്ചറിന് പുറകോട്ട് നോക്കിയാൽ മതി. ഈ ക്യാൻഡിലാണ് അവസാനത്തെ ഇംബാലൻസ് ഉള്ളത് അല്ലേ? ഇവിടെയാണ് ഇംബാലൻസ് ഉള്ളത്. പുറകോട്ട് വല്ല ഇംബാലൻസ് ഉണ്ടോ? ഇല്ല. കാരണം നമ്മൾ സ്വിംഗ് ലോ ഇപ്പോൾ ഈ പോയിന്റ് ഓഫ് ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ സ്വിംഗ് ലോ അല്ലേ? ഇതായിരിക്കും നമ്മൾ ബ്രേക്ക് ചെയ്ത ഹൈ അല്ലേ? ഏത് ക്യാൻഡിലായിരിക്കും നമ്മൾ എടുക്കുക? ഇംബാലൻസ് ഉള്ള ക്യാൻഡിൽ അവസാനത്തെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിലാണ്, ബെയറിഷ് ക്യാൻഡിൽ അല്ല അല്ലേ? ടൈപ്പ് 1 അല്ല. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതിന് ഇങ്ങനെ തന്നെ എടുക്കേണ്ടി വരും. ഇത് ഇങ്ങനെ തന്നെ ഒരു ഡിമാൻഡ് സോൺ ആണ്. ഓക്കെ, ഡെയിലി അല്ല, സോറി, 4H ഡിമാൻഡ് സോൺ. ഓക്കെ, 4H ഡിമാൻഡ് സോൺ. ഓക്കെ, എന്തുകൊണ്ട് എടുത്തു? നമ്മൾ പറഞ്ഞ ലോജിക് ഉണ്ട്, ലാസ്റ്റ് ക്യാൻഡിൽ വിച്ച് കോസ് ഇംബാലൻസ് ഓൺ ദ എക്സ്പാൻഷൻ ഫേസ്. ഇവിടെ നമ്മൾ പറയുന്നില്ല അത് സെൽ ക്യാൻഡിലാണോ ബൈ ക്യാൻഡിലാണോ, കാരണം അത് സെൽ ക്യാൻഡിലും ആവാം, ബൈ ക്യാൻഡിലും ആവാം, സാധാ ക്യാൻഡിൽസും ആവാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇത് ഇവിടെ ഒരു ബൈ ക്യാൻഡിലാണ് ഇവിടെ നടന്നത് അല്ലെ? ബുള്ളിഷ് ക്യാൻഡിലാണ്, പക്ഷെ അത് തന്നെയാണ് ലാസ്റ്റ് ഇംബാലൻസ് ഉള്ള ക്യാൻഡിൽ. അതുകൊണ്ട് തന്നെ അത് തന്നെ ആയിരിക്കും നമ്മുടെ സോൺ. ഓക്കെ, നിങ്ങൾ ഓർത്ത് വെക്കുക. ഇവിടെ അപ്പോൾ ടൈപ്പ് 1 സോൺ ഉണ്ടോ? ടൈപ്പ് 1 സോൺ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇല്ലേ? ഇത് തന്നെ ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നെയാണ് ടൈപ്പ് 1 സോൺ. ഇത് തന്നെയാണ് ഫുള്ളി ഒരു ഡിമാൻഡ് സോൺ ആണ് അല്ലെ? ആ ഡിമാൻഡ് സോണിന്റെ അകത്താണ് ഈ ടൈപ്പ് 2 ഡിമാൻഡ് സോൺ ഉള്ളത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു ഡിമാൻഡ് സോൺ ആണ് അല്ലെ? ഇങ്ങനെ ഡിമാൻഡ് സോണിന്റെ അകത്ത് ഡിമാൻഡ് സോൺ ഒക്കെ വരും, നമുക്കിങ്ങനെ എല്ലാം വരും. നമ്മൾ കമ്പൈൻ ചെയ്യും, റിഫൈൻ ചെയ്യും, പല കാര്യങ്ങളും ചെയ്യും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഇപ്പോൾ അവിടെ വരുമ്പോൾ റിയാക്ഷൻ നമുക്ക് കാണാം. ഓക്കെ, പ്രൈസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്ത സ്ഥലം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. എവിടെയാണ് നമ്മൾ റിയാക്ട് ചെയ്ത പ്രൈസ്? ഒബ്വിയസ്ലി ഈ ഡിമാൻഡിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അകത്തുള്ള ആ ഇംബാലൻസ് ഒരു ഡിമാൻഡിൽ നിങ്ങൾക്ക് കാണാം, ബൈ ഓർഡേഴ്സ് ഫില്ല് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരു പ്രാവശ്യം വന്നു, രണ്ടാമത്തെ പ്രാവശ്യം വന്നു അല്ലേ? അവിടെ വന്ന് പുതിയൊരു ഡിമാൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഈ വലിയ ഡിമാൻഡ് ഈ ടൈപ്പ് 1 തൽക്കാലം കളയാം. ടൈപ്പ് 2 ഡിമാൻഡിൽ വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക. ടൈപ്പ് 2 ഡിമാൻഡിൽ വന്നു, നമ്മൾ വീണ്ടും ഒരു ഡിമാൻഡ് ഉണ്ടാക്കി. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാക്കി? ആ ഡിമാൻഡിൽ തന്നെ വീണ്ടും ഒരു ഡിമാൻഡ് ഉണ്ടാക്കി. ഇതൊക്കെ നല്ല കൺഫർമേഷൻ ആണ്, പ്രൈസ് മുകളിൽ പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ. ഇത് വീണ്ടും പുതിയൊരു ഡിമാൻഡ് അല്ലേ? ആ ഡിമാൻഡിൽ വന്നതിന് പുതിയ ഡിമാൻഡ് കൺഫേം ചെയ്യാണ് നമ്മളിവിടെ മാർക്കറ്റിനെ മുകളിൽ കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? നമ്മളവിടെ വന്നു, ടാപ്പ് ചെയ്തു, ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, പുതിയ ഡിമാൻഡ് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്തു? പുതിയ അടുത്ത ഡിമാൻഡ്, അവിടെ വന്ന് അടുത്ത ഡിമാൻഡ് ഉണ്ടാക്കി. നമ്മൾ കണ്ടു ഡിമാൻഡിന്റെ ഒരു ചെയിൻ തന്നെ നമ്മൾ ബിൽഡ് ചെയ്ത് വേണം. അവിടെ വന്ന് വീണ്ടും ഓർഡേഴ്സ് ഫില്ല് ചെയ്തു, വീണ്ടും വന്ന് റെസ്പെക്ട് ചെയ്തു, ഫില്ല് ചെയ്തു, വീണ്ടും പുതിയ ഡിമാൻഡ് ഉണ്ടാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഡിമാൻഡ് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ അല്ലേ? നമ്മൾ ഡിമാൻഡുകൾ തന്നെ ബിൽഡ് ചെയ്തു, ഡിമാൻഡ് ഉണ്ടാക്കി, മിറ്റിഗേറ്റ് ചെയ്തു. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? തൊട്ടടുത്ത ക്യാൻഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് ഡിമാൻഡ് ഉണ്ടായത് അല്ലേ? ഇവിടെയാണ് ആ ബോഡി ക്ലോസ് കിട്ടിയത്. തൊട്ടടുത്ത ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, വന്നു ഏകദേശം 50% എന്തിനാണ് ഇങ്ങനെ ഇറങ്ങിയത്? ആ വിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സെൽ ഉണ്ടായിരുന്നു. ഈ സെൽ എന്തിനാണ്? ആ സെല്ലിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ, മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? പ്രൈസ് താഴോട്ട് ഇറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ പ്രൈസ് നോക്ക്, വീണ്ടും ബൈ ഓർഡേഴ്സ് തന്നെ ഫില്ല് ചെയ്തു,
പ്രൈസ് എന്ത് ചെയ്തു? സ്ട്രക്ചർ, അടുത്ത സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചർ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അല്ലേ? കാരണം ബുള്ളിഷ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രക്ചർ ഹൈസ് തന്നെ ബ്രേക്ക് ചെയ്യും, വീണ്ടും സ്ട്രക്ചർ ഹൈ തന്നെ ബ്രേക്ക് ചെയ്തു. സ്ട്രക്ചറിൻ്റെ കൂടെ നമ്മളിത് കമ്പൈൻ ചെയ്ത് പോകും. ഇതേ ലോജിക്കലായിരിക്കും നമ്മൾ പോവുക. ഓക്കെ, നിങ്ങൾക്ക് ഒരുവിധ ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടൈപ്പ് 2 സോണുകൾ, ഇംബാലൻസ് ഉള്ള സോണുകൾ. ഓക്കെ, എനിവേസ് ഇതൊക്കെ നമുക്ക് ടൈപ്പ് 1 ഇവിടെ ഉണ്ടായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ വന്നിട്ടാണ് റെസ്പെക്ട് ചെയ്ത് പോയിട്ടുള്ള കറക്റ്റ് ആ ഇംബാലൻസ് ഉള്ള സോണിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോഡി ബ്രേക്ക് പോലും അല്ലേ? നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു സോൺ ബ്രേക്ക് ചെയ്യണമെങ്കിൽ വിക്ക് ബ്രേക്ക് പറ്റത്തില്ല, ബോഡി ബ്രേക്ക് തന്നെ വേണം. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൈസ് വന്ന് കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ബൈ ഓർഡേഴ്സ് ഫില്ല് ചെയ്ത് പോയിട്ടുണ്ടല്ലേ? എവിടെയാണ് വന്ന് ഫില്ല് ചെയ്തിട്ട് പോയിട്ടുള്ളത്? കറക്റ്റ് ഡിമാൻഡ് വന്നിട്ടാണ് ഫില്ല് ചെയ്തത് അല്ലേ? ആ ഏരിയ വന്നിട്ടാണ് ഫില്ല് ചെയ്തത്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം എന്തെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സെല്ല് എടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ഒരു ബൈ എടുക്കാൻ. അപ്പോൾ അവിടെ എന്ത് പറ്റി? നമ്മൾ ആദ്യം പറഞ്ഞ ഡിമാൻഡ് അവിടെ ഉണ്ടായി അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈ സെൽ ഓർഡറുകൾ നഷ്ടത്തിലുണ്ട്. അപ്പം നഷ്ടം നികത്താൻ വരണം. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റിയിട്ടുണ്ട്? പ്രൈസ് താഴോട്ട് ഇറങ്ങുകയാണ്. എന്തിനാണ് ഈ പ്രൈസ് സെല് ചെയ്തത്? ആ നഷ്ടം നികത്താൻ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ പോയിന്റ് ഓഫ് ടൈം ഇവിടേക്ക് എത്തിയപ്പോൾ എന്ത് ചെയ്തു? നഷ്ടങ്ങളെല്ലാം നികത്തി. ഇനി അടുത്ത മാർക്കറ്റിന്റെ റിക്വയർമെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് നമുക്ക് എന്ത് പറഞ്ഞുതരും? സ്ട്രക്ചർ പറഞ്ഞുതരും. നമ്മൾ ഓൾറെഡി സ്ട്രക്ചർ ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? വീണ്ടും പ്രൈസ് ഒരു സ്ട്രക്ചർ ഹൈ ബ്രേക്ക് ചെയ്യാനായിരിക്കും സാധ്യത. ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ എന്താണ് പ്രൈസ് ചെയ്തത്? നേരെ ഡിമാൻഡിൽ വന്നു. എവിടെയെങ്കിലും അല്ല, ശ്രദ്ധിച്ച് എവിടെ വന്നു? കൃത്യം ഡിമാൻഡിൽ വന്നു, ഓർഡേഴ്സ് ഫില്ല് ചെയ്തു, അടുത്ത സ്ട്രക്ചർ ഹൈ ബ്രേക്ക് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ആയിരിക്കും പ്രൈസ്. ഇതിന് നമ്മൾ ഓർഡർ ഫ്ലോ എന്ന് പറയും. ഇതാണ് ഒരു എക്സ്പെക്ടേഷണൽ ഓർഡർ ഫ്ലോ. ഹൈ ബ്രേക്ക് ചെയ്തോ നമ്മൾ എക്സ്പെക്ടേഷൻ വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്യാനാണ്. അതും ഒരു ഡിമാൻഡ് വന്ന് ഓർഡേഴ്സ് ഫില്ല് ചെയ്തിട്ട് ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്മാർട്ട് മണിയുടെ കൂടെ എൻട്രി എടുത്ത് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ നോക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ലോജിക്കിലോട്ട് വരുമ്പോൾ നമ്മൾ പഠിക്കും. ഓക്കെ, എനിവേസ് നിങ്ങൾ എന്ത് ചെയ്യുക? ചാർട്ടിൽ പോവുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഡിമാൻഡ് സോണുകളും സപ്ലൈ സോണുകളും നിങ്ങളൊന്ന് ഐഡന്റിഫൈ നോക്കാം. അപ്പം വേറൊരു എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് കാണിച്ചു ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ട്. റൈറ്റ്, ഓക്കെ, സോ ഇതൊരു ബ്രേക്ക് സ്ട്രക്ചർ ആണ്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്യാൻഡിൽ പിറകോട്ട് ചിന്തിക്കുക. ഇംബാലൻസ് ഉള്ള അവസാനത്തെ ക്യാൻഡിൽ ഇത് തന്നെയാണ് ഇവിടെ അല്ലേ? സോ ഇത് തന്നെയാണ് ഇവിടുത്തെ ഡിമാൻഡ് സോൺ. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ്? ഇത് ടൈപ്പ് 1 ആണ് പ്ലസ് ടൈപ്പ് 2 ആണ്, രണ്ടും ഒരുമിച്ച്. ഓക്കെ, ഇങ്ങനെ സംഭവിക്കും. ഇപ്പൊ സപ്പോസ് ഇതിൽ ഇംബാലൻസ് ഇല്ലെങ്കിൽ, ലെറ്റ്സ് സേ ഈ ക്യാൻഡിലും എന്താ പറയുക, കണക്ഷൻ ഉള്ള രീതിക്ക് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ലെറ്റ്സ് സേ ഇത് കണക്റ്റഡ് ആണ് ഇങ്ങനെ. ഓക്കെ, ലെറ്റ്സ് സേ നമുക്ക് ഇംബാലൻസ് ഇല്ല. അപ്പൊ ഈ ടൈപ്പ് 1 സോൺ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ഒബ്വിയസ്ലി ഇത് ഡിമാൻഡ് ആയിരിക്കും, പക്ഷെ ആ സമയം നമുക്ക് ഏതെടുക്കേണ്ടി വരും? നമുക്ക് ഇത് എടുക്കേണ്ടി വരും. കാരണം ഇത് തമ്മിൽ ഇംബാലൻസ് ഒന്നുമില്ല. അവസാനത്തെ ഇംബാലൻസ് ഉള്ള ക്യാൻഡിനകത്താണ്. റൈറ്റ്, സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ടൈപ്പ് 2 സോണുകൾ നോക്കുക. ഓക്കെ, നോക്കുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആ സ്ട്രക്ചറിന്റെ അകത്ത് വേണം ഇപ്പോൾ പഠിച്ച സോണുകളെല്ലാം നമ്മൾ നോക്കുക, സ്ട്രക്ചറിന്റെ കൂടെ കമ്പൈൻ ചെയ്യുക. ഓക്കെ, സോ അടുത്ത ലെസണിൽ നമ്മൾ അവസാനത്തെ സോൺ ടൈപ്പുകളായ വിക്ക് സോണുകൾ നമ്മൾ നോക്കും. ഓക്കെ, പിന്നെ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ചാർട്ടിൽ കമ്പൈൻ ചെയ്യുന്നത് ആൻഡ് ഒരു നറേറ്റീവ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഗൈസ് മനസ്സിലായെങ്കിൽ ഈ വീഡിയോസ് ഒന്നും കൂടെ കാണുക. ഓക്കെ, മനസ്സിലാക്കിയെടുക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഗൈസ് സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.